നമസ്തേ ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത കർമ്മയോഗഃ. ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഏകാദശി. കർമ്മയോഗത്തിലെ ശ്ലോകം 36. അർജുന ഉവാച അദ കേന പ്രയുക്തോ അയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അർജുനൻ പറഞ്ഞു, വൃഷ്ണിവംശജനായ കൃഷ്ണ, പിന്നീട് ആരാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ഈ മനുഷ്യൻ ഇച്ഛയില്ലാത്തവനായിട്ടും നിർബന്ധപൂർവമായി നിയോഗിക്കപ്പെട്ടവനെന്ന പോലെ പാപകർമ്മം ആചരിക്കുന്നു? അതായത് അർജുനൻ ചോദിച്ചു, വൃഷ്ണിവംശജാതനായ കൃഷ്ണ, ജ്ഞാനികൾ പോലും പലപ്പോഴും ഭ്രഷ്ടാചാരന്മാരായി പാപപ്രവൃത്തികൾ ചെയ്യുന്നുവല്ലോ. അവർക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ആരോ ബലാത്കാരമായി നിർബന്ധിച്ചിട്ടെന്ന പോലെ ജ്ഞാനികൾ പാപം പ്രവർത്തിക്കുന്നില്ലേ? സാധാരണന്മാരായ അജ്ഞന്മാർ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ വിജ്ഞന്മാർ പോലും ആഗ്രഹമില്ലാതെ ആരുടെയോ പ്രേരണയ്ക്ക് വിധേയരായതുപോലെയാണ് പാപകർമ്മങ്ങൾ ചെയ്യുന്നത്. അവരെ അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ആരാണ് പറഞ്ഞാലും? അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. പാപമയമായ ജീവിതം പാടെ ഉപേക്ഷിച്ച് പാവനമായ ആധ്യാത്മിക ദർശനങ്ങളിലേക്ക് പോയ തത്വചിന്തകന്മാർ കൂടിയും വീണ്ടും ഭൗതിക ജീവിതത്തിലേക്ക് വരുന്നു. സദാചാരങ്ങളെ പറ്റി വാദോരാതെ പ്രസംഗിച്ചു നടക്കുന്നവർ സ്വകാര്യ ജീവിതത്തിൽ പലപ്പോഴും ദുരാചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. മായാമയമാണ് ഭൗതിക ജീവിതമെന്ന് മനസ്സിലാക്കി സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞവർ വീണ്ടും സാംസാരിക ബന്ധനങ്ങളുടെ കുരുക്കിൽ വന്നുപെടുന്നു. ഒന്നും മനഃപൂർവമല്ല, മനസ്സോടെയല്ല, സ്വധർമ്മം മറന്ന് ഈ വിധം കുധർമ്മികളാകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? അപ്പോൾ ഭഗവാന്റെ മറുപടി. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ഭഗവാൻ പറഞ്ഞു, ഇത് രജോ ഗുണത്തിൽ നിന്നുണ്ടായ സർവഭക്ഷകനും മഹാപാപിയുമായ കാമമാണ്. ഇത് ക്രോധമാണ്. ഇവിടെ ഇതിനെ ശത്രുവാണെന്ന് അറിയുക. അതായത് അർജുനന്റെ ജിജ്ഞാസാപൂർണമായ ചോദ്യത്തിന് ഗീതാചാര്യനായ ഭഗവാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. അർജുന, രജോ ഗുണത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന കാമം എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത മഹാപാപിയാണ്. മാർഗ തടസ്സം നേരിടുമ്പോൾ ക്രോധമായി മാറുന്ന ഈ കാമം വലിയ ശത്രുവാണെന്ന് നീ മനസ്സിലാക്കുക. സാധകന്റെ ജ്ഞാനപ്രാപ്തിക്ക് വിഘാതമായി നിൽക്കുന്ന മുഖ്യ ശത്രുവാണ് കാമം. അവൻ മാർഗവിഘ്നം ഉണ്ടാക്കുമ്പോൾ ക്രോധമായി രൂപം മാറുന്നു. പ്രാപഞ്ചിക സുഖങ്ങളുടെ മരീചിക കാട്ടി അവൻ ജീവാത്മാക്കളെ മോഹിപ്പിക്കുന്നു. ഭൗതിക ശരീരത്തിന്റെ ഉത്പത്തിക്ക് കാരണക്കാരായ കാമക്രോധങ്ങൾ ആത്മാവിനെ വിഷയസുഖങ്ങളുടെ തടവറയ്ക്കുള്ളിലാക്കുന്നു. രജോ ഗുണത്തിൽ ജനിച്ച് അജ്ഞത കൊണ്ട് പുഷ്ടി പ്രാപിക്കുന്ന കാമക്രോധങ്ങൾ പൂർണ്ണ വളർച്ചയ്ക്ക് തമോ ഗുണത്തെ ആശ്രയിക്കുന്നു. ഈ പ്രപഞ്ചത്തെ ആകെ ഭക്ഷണമാക്കിയാലും അലംഭാവമുണ്ടാകാത്ത കാമക്രോധങ്ങൾ മഹാപാപികളാണ്. ഇവയെ ആജന്മ ശത്രുക്കളായി കാണണം. കാരണം ജ്ഞാനപ്രാപ്തിക്ക് തടസ്സം ഇവ രണ്ടും തന്നെയാണ്. ഭൗതിക ജീവിതത്തിൽ നിരന്തരം കാമത്താൽ പ്രലോഭനങ്ങൾക്ക് വിധേയരായി വഞ്ചിക്കപ്പെട്ട് നിരാശരായി തീരുന്ന ജീവാത്മാക്കൾ ഈശ്വരോന്മുഖമായി സത്യാനന്ദാമൃതം ആസ്വദിക്കാൻ തയ്യാറായി കൊള്ളുമെന്നതാണ് പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം. ശ്ലോകം 38. ധൂമേനാവ്രിയതേ വഗ്നിര്യദാദർശോ മലേന ചയദോൽപേനാവൃതോ ഗർഭസ്തദാ തേനേ തമാവൃതം. അർത്ഥം: യാതൊരു പ്രകാരത്തിൽ പുക കൊണ്ട് അഗ്നിയും യാതൊരു പ്രകാരത്തിൽ അഴുക്കുകൊണ്ട് കണ്ണാടിയും ആവരണം ചെയ്യപ്പെടുന്നുവോ, മറുപിള്ള കൊണ്ട്
യാതൊരു പ്രകാരത്തിൽ ഭ്രൂണം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നുവോ അതേ പ്രകാരത്തിൽ അതിനാൽ അതായത് കാമത്താൽ ഇത് ജീവാത്മാവ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് ജ്ഞാനികൾ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു എന്നല്ലേ, ജ്ഞാനം പലപ്പോഴും മറയ്ക്കപ്പെട്ടു പോകുന്നു. ഇതുപോലെ ഏതുപോലെ എന്ന് 3 ഉപമകളിലൂടെ ആചാര്യൻ വിശദമാക്കുന്നു. കൊണ്ട് മറയ്ക്കപ്പെട്ട അഗ്നി പോലെയും പൊടി കൊണ്ട് മൂടപ്പെട്ട കണ്ണാടി പോലെയും മറുപിള്ളയാൽ ആവരണം ചെയ്യപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ പോലെയും കാമത്താൽ ജ്ഞാനം അഥവാ ആത്മസത്ത ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. തീയുള്ളിടത്ത് പുകയും ഉണ്ടാകും, അഥവാ പുകയുള്ളിടത്ത് തീർച്ചയായും തീയും ഉണ്ടായിരിക്കും. തീയുടെ പ്രകാശത്തെ പുക മറച്ചു കളയുന്നു. പുകപടലം കാറ്റേറ്റു മാറിയാൽ അഗ്നിസ്ഫുലിംഗം തെളിഞ്ഞു കാണാറാകും. പ്രബോധനം കൊണ്ട് കാമത്തിന്റെ പുകയകലുമ്പോൾ ജ്ഞാനത്തിന്റെ പൊരികൾ വെളിപ്പെടും. കണ്ണാടിയിൽ പൊടിപടലം വന്നു മൂടുന്നത് സാധാരണമാണ്. തുടച്ചു വൃത്തിയാക്കിയാൽ ആത്മീയമായ ഉണർവുണ്ടാക്കിയാൽ കണ്ണാടി ജീവസത്ത തെളിഞ്ഞ് പ്രകാശിക്കും. മറുപിള്ളയാൽ ആവരണം ചെയ്യപ്പെട്ട ശിശുവിന് അവശതയുണ്ട്. കരചരണങ്ങൾക്ക് ചലന സ്വാതന്ത്ര്യം കൂടി കിട്ടാതെ വരുന്ന മറുപിള്ള വേർപെട്ടു പോകുന്നതോടെ മാത്രമേ നവജാത ശിശുവിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നുള്ളൂ. അതുപോലെ ജീവാത്മാവിന്റെ തിളക്കം നഷ്ടപ്പെടുത്തി പ്രതിഫലനശേഷിയും പ്രതികരണശക്തിയും ഇല്ലാതാക്കുന്നതാണ് ഈ കാമക്രോധങ്ങൾ. 39 ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണാ കാമരൂപേണ കൗന്ധേയ ദുഷ്പൂരേണാനലേന ച. അർത്ഥം: ഹേ കുന്തിപുത്ര, ജ്ഞാനിയുടെ നിത്യശത്രുവായ കാമരൂപമായ മതിവരാൻ പ്രയാസമുള്ള ഈ അഗ്നിയാലും ജ്ഞാനം യഥാർത്ഥബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കൗന്ദേയ, കുന്തിപുത്ര, ജ്ഞാനികളുടെ നിത്യശത്രുവാണ് ഈ കാമം. അഗ്നിയിൽ ഇന്ധനം അർപ്പിക്കും തോറും ഇത് കൂടുതൽ ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ വിഷയോപഭോഗം കാമാഗ്നിയെ പ്രോജ്വലിപ്പിക്കുന്നു. അതിന് ശാശ്വതമായ ശമനം ഉണ്ടാകുന്നില്ല. സുഖാനുഭൂതി എന്ന ചങ്ങല ജീവികളെ സാംസാരിക ബന്ധനത്തിൽ ആഴ്ത്തുന്നു. എത്ര അനുഭൂതികൾ ഉണ്ടായാലും കാമോ ഭോഗത്തിൽ മുഴുകിയ മനസ്സ് ശാന്തമാകുന്നതേയില്ല. ഈ കാമം തന്നെ ജ്ഞാനത്തെ ആവരണം ചെയ്തു കളയുന്നു. കാമത്തെയും ക്രോധത്തെയും സംയമനം ചെയ്യണമെങ്കിൽ ഉറച്ച ഈശ്വരവിശ്വാസവും നല്ല മനഃശക്തിയും ആവശ്യമാണെന്ന് സാരം. ശ്ലോകം 40 ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കാമത്തിന്റെ വാസസ്ഥാനമെന്ന് പറയപ്പെടുന്നു. ഇവൻ, അതായത് ഈ കാമം, ഇവയെക്കൊണ്ട് ജ്ഞാനത്തെ ആവരണം ചെയ്തിട്ട് ദേഹിയെ മോഹിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവിടങ്ങളിൽ വാസമുറപ്പിക്കുന്ന കാമം ജീവാത്മാവിനെ മോഹിപ്പിക്കാനായി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും തന്നെ ഉപകരണമാക്കി ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നു. എന്നിട്ട് ജീവാത്മാവിനെ മോഹിപ്പിക്കുന്നു. ശ്ലോകം 41 തസ്മാത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഖ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. അർത്ഥം: ഹേ ഭാരതശ്രേഷ്ഠ, അതുകൊണ്ട് നീ ആദ്യമായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ പാപിയെ, അതായത് കാമത്തെ ഹനിച്ചാലും. അർജുന, അതുകൊണ്ട് ശത്രുവിന്റെ പ്രഥമ കേന്ദ്രമായ ഇന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കുക. പാപിയായ കാമം ആധ്യാത്മിക ജ്ഞാനത്തെയും ശാസ്ത്രീയ വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നതാണ്. ഈശ്വരനിൽ ഉറപ്പിച്ച മനസ്സോടെ ഈ പാപിയെ നീ നശിപ്പിക്കുക. ആദ്യമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ ആത്മജ്ഞാനത്തെയും ശാസ്ത്രീയ ജ്ഞാനത്തെയും നശിപ്പിക്കുന്ന പാപിയായ കാമത്തെ ജയിക്കാം. ശ്ലോകം 42 ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാബുദ്ധിര്യോ ബുദ്ധേയ പരതസ്തു സഹ. ശ്ലോകം 43 ഏവം ബുദ്ധേയ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മാന ജഹ്ഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഏവം ബുദ്ധേയ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും
മഹാബാഹോ കാമരൂപം ദുരാസതം. അർത്ഥം: ഇന്ദ്രിയങ്ങളെ ശ്രേഷ്ഠങ്ങളെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം മനസ്സാകുന്നു. മനസ്സിനേക്കാൾ ബുദ്ധി ശ്രേഷ്ഠമാകുന്നു. യാതൊന്നാണോ ബുദ്ധിയേക്കാൾ മികച്ചതായുള്ളത് അവൻ, അതായത് ആത്മാവാകുന്നു. ഇപ്രകാരം ബുദ്ധിയിൽ നിന്ന് ശ്രേഷ്ഠമായതിനെ അറിഞ്ഞിട്ട് സ്വമനസ്സിനെ ബുദ്ധിശക്തി കൊണ്ട് സ്തംഭിപ്പിച്ചിട്ട് മഹാബാഹുവായ അർജുന, ജയിക്കാൻ പ്രയാസമുള്ള കാമരൂപം, കാമമാകുന്ന ശത്രുവിനെ ഹനിച്ചാലും മറ്റു ശരീരഭാഗങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സും മനസ്സിനേക്കാൾ ബുദ്ധിയും ശ്രേഷ്ഠമാകുന്നു. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മസത്ത. ശരീരത്തിൽ വാസമുറപ്പിക്കുന്ന കാമം ഇന്ദ്രിയങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശരീരഭാഗങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങൾക്ക് ശ്രേഷ്ഠത കൈവരുന്നു. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെയാണ് ശാരീരിക കർമ്മം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതോടെ ശരീരത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടാവും. മനസ്സിനെ കൂടി നിയന്ത്രിക്കുന്ന ബുദ്ധി അതിനപ്പുറമുണ്ട്. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായ ജീവാത്മാവ് പരമാത്മാവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതോടെ മറ്റുള്ളവയെല്ലാം ഏകദാനമായി ജീവാത്മാവിനെ അനുസരിക്കുന്നു. മഹാബാഹുവായ അർജുന, ഈ വിധം ബുദ്ധിയേക്കാളും ശ്രേഷ്ഠമാണ് ആത്മാവെന്നറിഞ്ഞിട്ട് സ്വമനസ്സിനെ ബുദ്ധി കൊണ്ട് സ്തംഭിപ്പിച്ച് ജയിച്ചടക്കാൻ പ്രയാസമുള്ള ശത്രുവായ കാമത്തെ നീ ജയിക്കുക. സകല കർമ്മങ്ങളുടെയും ഉദ്ഭവസ്ഥാനമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതോടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയും. ബുദ്ധി സ്വതന്ത്രമാകുന്നതോടെ കാമക്രോധങ്ങൾക്കിടം ലഭിക്കാതാകും. കാമക്രോധങ്ങൾ നശിക്കുന്നതോടെ ആത്മജ്ഞാനത്തിന്റെ പരമാനന്ദം നിനക്ക് ലഭിക്കും. ഇതോടുകൂടി കർമ്മയോഗം 3-ാം അധ്യായം കഴിഞ്ഞു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഗീതാശാസ്ത്രമിദം പുണ്യം യപ്പടേത് പ്രയത പുമാൻ വിഷ്ണോ പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഈ പാവനമായ ഗീതാശാസ്ത്രം പഠിക്കുന്ന പരിശ്രമശാലിയായ വ്യക്തി ഭയം, ശോകം തുടങ്ങിയ വികാരങ്ങളില്ലാത്തവനായി മഹാവിഷ്ണുവിന്റെ പദത്തെ പ്രാപിക്കുന്നു. ഗീതാധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മകൃതാനി ച. പതിവായി ഗീതാപാരായണം നടത്തുന്നവനും പ്രാണായാമം ശീലിക്കുന്നവനും മുൻജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കൂടിയും ഇല്ലാതാക്കുന്നു. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഗദ്ഗീതാംബസി സ്നാനം സംസാരമലനാശനം. മനുഷ്യർക്ക് ശരീരമാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ നിത്യവും ജലത്തിൽ സ്നാനം ചെയ്യേണ്ടി വരുന്നു. ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന ജലത്തിൽ ഒരൊറ്റ തവണ മാത്രം സ്നാനം ചെയ്താൽ തന്നെ സംസാര മാലിന്യങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുന്നു. ഗീതാസു ഗീതാ കർത്തവ്യ കിമന്യ ശാസ്ത്രവിസ്തരയ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനീയ ശ്രുത. മറ്റു ശാസ്ത്രങ്ങളെല്ലാം വിസ്തരിച്ച് പഠിച്ചിട്ട് എന്തു പ്രയോജനം? ശ്രീ പത്മനാഭനായ മഹാവിഷ്ണുവിന്റെ മുഖപങ്കജത്തിൽ നിന്നും പുറത്തു വന്ന ഗീത പതിവായി ഗാനം ചെയ്യണം. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്തദ്വിനീയശ്രുതം ഗീതാഗാം ഗോദകം പീത്വാ പുനർജന്മന്ന വിദ്യത്തെ. മഹാഭാരതമാകുന്ന പാൽക്കടലിലുണ്ടായ അമൃത സർവസ്വമായിട്ടുള്ള ഗീതാഗംഗ മഹാവിഷ്ണുവിന്റെ മുഖത്ത് നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ളതാണ്. ഗീതാഗംഗയിലെ ജലം പാനം ചെയ്യുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല. മരണവേളയിലെങ്കിലും മഹാവിഷ്ണുവിന്റെ പാദകമലത്തിൽ നിന്ന് ഉറഞ്ഞൊഴുകിയ ഗംഗാജലം പാനം ചെയ്യുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ലെന്നാണ് ഭാരതീയരുടെ വിശ്വാസം. പാദങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഗംഗ അത്രത്തോളം ചെയ്യുമെങ്കിൽ മുഖത്തു നിന്ന് പുറപ്പെട്ട ഗീതാഗംഗ കൂടുതൽ പുണ്യദായിനിയാകണമല്ലോ. ഗീതാശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുകയില്ല. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രയേവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ദേവകീപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ച ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ. ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ എന്ന ഒരൊറ്റ ദേവനേ ഉള്ളൂ. ആ ദേവന്റെ നാമങ്ങൾ തന്നെയാണ് ഒരേ ഒരു മന്ത്രം. ആ ദേവനെ സേവിക്കുകയാണ് ഒരേ ഒരു കർമ്മം. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഫലശ്രുതിയാണ് ഞാനിവിടെ പാരായണം ചെയ്തതും പറഞ്ഞതും. ഇന്ന് ഗുരുവായൂർ ഏകാദശി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ കേശവായ നമഃ.